ആൻഡ്രോയിഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കസ്റ്റം യൂഐസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. വൺ UI, ഫൺടച്ച് OS, ഓക്സിജൻ OS, കളർ OS, റിയൽമി UI. ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണം സെയിം ആട്ടോ. ബാക്കി അലോ UI, പിക്സൽ UI, ഇതൊക്കെ ഈ ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിന്റെ ഒരു അഹങ്കാരമായിട്ടുള്ള കുറെ UIs ആണ്. ഈ ഓരോ UIസിലും ഓരോ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഒരു UIs ഒക്കെ എടുത്ത് ഇതിനൊരു സ്കോറൊക്കെ കൊടുത്ത് ടോട്ടൽ സ്കോറൊക്കെ കണ്ടിട്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2024 ഏറ്റവും ബെസ്റ്റ് അവാർഡ് UIക്ക് കൊടുക്കുകയാണെങ്കിൽ ഏതിന് കൊടുക്കുമെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഒരു 1 to 5 ആണ് നമ്മൾ സ്കോർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 എന്ന് പറയുമ്പോൾ എപ്പോഴത്തെ പോലെ വെറും ബാക്കി നമുക്ക് പൂരിപ്പിക്കാം. പിന്നെ 5 എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് അല്ലെങ്കിൽ ടോപ്പ് നോച്ച് അല്ലെങ്കിൽ ടോപ്പ് ക്വാളിറ്റി സാധനം എന്ന് നമുക്ക് മാർക്കിടാം. ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൺ UI വളരെ സിമ്പിളാണ്. ശരിയാണ്, വളരെ സിമ്പിളാണ്. ഇപ്പം ഏത് പ്രായമുള്ളവർക്കും അത് യൂസ് ചെയ്യാം, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. എല്ലാം സിമ്പിളായിട്ട് ഓർഗനൈസ് ആയിട്ടുള്ള ലെവലിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഒരു ഫീച്ചർ അല്ലെങ്കിൽ ടൈപ്പ് ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ ഒരു സാംസങ് ഫോണാണ് മേടിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു 1-2 മാസത്തിനുള്ളിൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും ആർക്കും. ആ ഒരു രീതിയിലാണ് സാംസങ് അതിൻ്റെ ആ ഒരു UI ഡിസൈൻ ചെയ്തിട്ടുള്ളതും അതിൻ്റെ ഐക്കൺസും അതിൻ്റെ ആ ഒരു സെറ്റിങ്സിൻ്റെ ലേഔട്ടും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റിങ്സ് മറന്നു പോയാൽ തന്നെ സെറ്റിങ്സിൽ വന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ആ റിസൾട്ട് വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഓരോന്നും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ ഒരു 4.5 കൊടുക്കും. ഈ കസ്റ്റമൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കസ്റ്റമൈസേഷനും വൺ UI കിങ് ആണ്. ഇപ്പോൾ ലോ സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ സ്ക്രീനിൽ നമുക്ക് ആ ഒരു ക്ലോക്ക് സ്റ്റൈല് പിന്നെ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ കുറേ ഒരു നല്ല കളക്ഷൻ ഓഫ് തീംസ് നമുക്ക് അതിന് ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു ഗാലക്സി തീം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസേഷൻ്റെ കാര്യത്തിൽ വരുമ്പോഴും വൺ UI നല്ല നൈസായിട്ട് കസ്റ്റമൈസേഷൻ തരുന്നുണ്ട്. അതിപ്പോൾ ഹോം സ്ക്രീനാണെങ്കിൽ പോലും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോഡർ, നമ്മുടെ ആ ഒരു ആപ്പ് ഫ്ലോഡർ ലാർജ് ചെയ്യാനും സ്മോൾ ആക്കാനുള്ള പരിപാടി, അതുപോലെ തന്നെ ഒരു എസ്തെറ്റിക് വൈബ് കൊണ്ടുവരാനായിട്ട് ആ ഒരു ഐക്കൺസിൻ്റെ ലേബൽസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഐക്കൺസ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ്, അതൊക്കെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റിൽ വരുന്നുണ്ട് വൺ UI 7. കുറേയധികം റീഡിസൈൻസ് വന്നിട്ടുണ്ട്. എപ്പോഴും ഒരു ഫ്രഷ് ലുക്ക് ഈ ഒരു വൺ UI തരാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ വർഷത്തിലും. ഇപ്പം വൺ UI 3 മുതൽ വൺ UI 7 വരെ നോക്കുകയാണെങ്കിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഓരോ അപ്ഡേറ്റിലും ചെറിയ രീതിയിലൊക്കെ ഒരു ഓവറോൾ ഡിസൈൻ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ മൾട്ടി ടാസ്കിങ്ങിലേക്ക് വരുമ്പോൾ വൺ UI Pro ആണ്. ഓക്കെ, അതിപ്പോൾ നിങ്ങളൊരു ഫ്ലാഷിക് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സീരീസിലുള്ള ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് സാംസങ് ഡെക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. വേറെ നിങ്ങളുടെ ആ ഒരു സാംസങ് ഡിവൈസിന് ആ ഒരു PC സെറ്റപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പരിപാടി. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിലുള്ള ഡിവൈസസിൽ നിങ്ങൾക്ക് നല്ല മൾട്ടി ടാസ്കിങ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോൺ PC പോലെ യൂസ് ചെയ്യാം. അതുപോലെ സിമ്മും കാര്യങ്ങളൊക്കെ ഒരു മോണിറ്റർ ഉണ്ടെങ്കിൽ നല്ല വലിയ ബിഗ് സ്ക്രീനിൽ കാണാം. അങ്ങനെ പിന്നെ ഇതിനകത്ത് ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീന്, പോപ്പപ്പ് വിൻഡോ, അങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിനും ഒരു 4 കൊടുക്കുന്നുണ്ട്. ഇനി സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആണ് വൺ UI. പക്ഷേ ഒരു പ്രശ്നം, ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു UI അല്ല, ഹെവി വെയിറ്റ് ആയിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള ഒരു UI ആണ്. അത് പറയാനുള്ള കാരണം ഇപ്പം സീരീസിലുള്ള ഡിവൈസ് യൂസർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ആ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ആ ഒരു M സീരീസ് അതുപോലെ തന്നെ F സീരീസ് അങ്ങനത്തെ സീരീസിലൊക്കെ വരുമ്പോൾ, റാം കോർഡിനേറ്റുള്ള സീരീസിലൊക്കെ വരുമ്പോൾ ഈ ഒരു വൺ UI അത്ര നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് അല്ല തരുന്നത്. ആനിമേഷനിൽ ലാഗ് വരുന്നുണ്ട്, സ്റ്റട്ടർ വരുന്നുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഈ ഒരു ഡിവൈസ് മാറുന്നതനുസരിച്ചിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് ഈ വൺ UI കാണാം. അതുപോലെ തന്നെ വൺ UI അത്യാവശ്യം നല്ല സ്പേസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞ് റെഡിറ്റിലും അതുപോലെ തന്നെ പല സ്ഥലത്തും അടിയാണ്. ഓക്കെ, ചില 256 GB ആ ഒരു ഇന്റേണൽ മെമ്മറി ഉള്ള ഡിവൈസസിലൊക്കെ ഏകദേശം 20-50 GB UIക്ക് തന്നെ അല്ലെങ്കിൽ സിസ്റ്റം തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം നിങ്ങളുടെ അവസ്ഥ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലൊക്കെയാണ് നിങ്ങൾ അത് നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വല്ല ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്മൂത്ത്നെസ്സിന് എനിക്ക് 3 കൊടുക്കാനാണ് താല്പര്യം. ഇനി അടുത്തത് AI ഫീച്ചേഴ്സ് ആണ്. ഈ AI ഫീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം അവർ കുറേ ടൈം എടുത്തു. ശരിക്കും ഈ ഒരു വൺ UI 7 എന്ന് പറഞ്ഞ ഈ ഒരു അപ്ഡേറ്റ് S24 Ultra'യുടെ കൂടെ വരേണ്ടതായിരുന്നു. പക്ഷേ അവർ അതിന് പകരം ആ ഒരു AI ഫീച്ചേഴ്സ്, ഗാലക്സി AI എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചേഴ്സിന് വേണ്ടി പണിയെടുത്തപ്പോൾ അത് വൺ UI 6.1 എന്ന് പറഞ്ഞ ആ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം അതിനുവേണ്ടി കുറേ ടൈം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AI ഫീച്ചേഴ്സിന് ഒരു മാറ്റവും ഇല്ല. ഇവിടെ 5 out of 5 കൊടുക്കാം. സകല AI ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. AI റൈറ്റിംഗ് ടൂൾസ്, ഇമേജ് ടൂൾസ്, അതുപോലെ തന്നെ സമ്മറൈസേഷൻ, അങ്ങനെ സർക്കിൾ ടു സെർച്ച്, അതിപ്പോൾ എല്ലാ USലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ AI ബന്ധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സിലും അപ് ടു ഡേറ്റ് ആണ് വൺ UI. ഇനി അടുത്തത് HyperOS ആണ്. ഏറ്റവും കൂടുതൽ ഫാൻ ബേസും അതുപോലെ യൂസർ ബേസും ഉള്ള ടീംസാണ് HyperOS. MIUIക്ക് ശേഷം ഷോമി ഡിവൈസസിൽ ഒരു
പൊതുജീവൻ കൊടുത്തിട്ടുണ്ട് ഹൈപ്രോസ്. അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റും ആണ്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്. ഫീച്ചർ പാക്ഡ് ആണ്. അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ ഉണ്ട്. അങ്ങനത്തെ ഫുൾ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഡിസൈനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു UI ആണ്. ഇതെങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു UI അല്ല. നല്ല രീതിയിൽ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തി പഠിക്കേണ്ട ഒരു UI ആണിത്. പിന്നെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പഠിക്കാൻ മാത്രം UIസിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അത് ഈ ഒരു UI എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ എന്തൂസിയാസ്റ്റിന് പറഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. ഒരു ബേസിക് യൂസ് നിങ്ങൾ മെയിനായിട്ടും ഒരു ഫോൺ മേടിച്ചിട്ട് ജസ്റ്റ് കോൾ വിളിക്കാനും അതിൽ പണ്ട് വാട്സപ്പ്, യൂട്യൂബ്, അങ്ങനെ എനിക്കൊരു ഫോൺ ഉണ്ട്, എൻ്റെ ബേസിക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എനിക്ക് അത് മതി, അങ്ങനെയുള്ളവർക്ക് ഇത് പറഞ്ഞിട്ടില്ല. ഇത് അങ്ങനെയുള്ളവർക്ക് ഇത് സിമ്പിൾ ആയാലോ കോംപ്ലക്സ് ആയാലോ ഒരു വിഷയമല്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലാത്ത ഫോണിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ടാവണം, അത് യൂസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇത് കണ്ടെത്താനും അത് യൂസ് ചെയ്ത് മാനേജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു UI ആണെങ്കിൽ എന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത് കോംപ്ലക്സ് ആണ്. ഇപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പാടായിരിക്കും ഇത് യൂസ് ചെയ്ത് വരാനായിട്ട്. കാരണം അത്ര സിമ്പിൾ അല്ലത്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെതായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ നമുക്ക് ചില സെറ്റിങ്സ് ഫോണിൻ്റെ സെറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ സെറ്റപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ഹൈപ്രോസിൽ കാണാൻ പറ്റില്ല. ഇത് മെയിനായിട്ട് ഒരു ഡിഫറൻറ്റ് ലീഗാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൽ എനിക്ക് ഒരു 3 കൊടുക്കാനേ തോന്നിയിട്ടുള്ളൂ. ഇനി കസ്റ്റമൈസേഷൻ വാങ്ങാൻ പറയുകയാണെങ്കിൽ ഇവരാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരുടെ ലോക്ക് സ്ക്രീൻ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം ഐഫോൺ ഇൻസ്പയർ ആയിട്ടാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ HyperOS വന്നപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ലോക്ക് സ്ക്രീൻ മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വലിയ ലാർജ് ടെസ്റ്റ് ആയിട്ടുള്ള ക്ലോക്കുകൾ വെക്കാം, അതുപോലെ ലൈവ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ്, അതുപോലെ ഡെപ്ത് എഫക്റ്റുള്ള വാൾപേപ്പേഴ്സ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറേ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ് നിങ്ങളിപ്പോൾ ഒരു ലോക്ക് സ്ക്രീൻ എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ. ഇപ്പോൾ വിഡ്ജറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഹോം സ്ക്രീനിൽ നമുക്ക് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ കുറേ കളക്ഷൻ ഉള്ള കുറേ ടൈപ്പ് വിഡ്ജറ്റ്സ് നമുക്ക് ആ ഒരു സിസ്റ്റം ആപ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിഡ്ജറ്റ്സിൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഐക്കൺ പാക്സ് വേണമെങ്കിൽ തീം സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു തീം സ്റ്റോറും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ആഡാണ്. ഓക്കെ, ഫുൾ ആഡാണ്. അതുപോലെ തന്നെ വലിയ കളക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ടുള്ള ആ ഒരു കസ്റ്റമൈസബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് തരും. പിന്നെ ഈ ഒരു HyperOSന്റെ മെയിൻ ഹൈലൈറ്റ് കസ്റ്റമൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോക്ക് സ്ക്രീൻ ആണ്. അപ്പോൾ എന്തായാലും 5 out of 5 ആണ് ഞാൻ ഈ ഒരു HyperOSന്റെ കസ്റ്റമൈസബിലിറ്റിക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ മൾട്ടി ടാസ്കിന്റെ കാര്യം പറയുമ്പോഴും ഇതിൽ അത്യാവശ്യം മൾട്ടി ടാസ്കിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലോട്ടിംഗ് വിൻഡോ, പോപ്പ് വിൻഡോ തന്നെയാണ്. അതുപോലെ നമ്മൾ ഗെയിംസും ചില ആപ്സ് ഒക്കെ എടുക്കുമ്പോൾ സൈഡിൽ ഒരു ബാർ വരും. അതിൽ നിങ്ങൾക്ക് പോപ്പ് വിൻഡോസ് ഒക്കെ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഓരോ ഗെയിം ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഗെയിമിന് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളും, ഇപ്പം വോയിസ് ചേഞ്ച് ചെയ്യാൻ, ഇപ്പം BGM ഒക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പറയുന്ന വോയിസ് പിച്ച് കൂട്ടാനും കുറയ്ക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഈ HyperOSലുണ്ട്. അപ്പോൾ മൾട്ടി ടാസ്കിന് ഞാൻ ഇവിടെ 4 ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ സ്മൂത്ത്നെസ്സിന്റെ കാര്യത്തിലും 5 out of 5. കാരണം MIUI നിന്ന് HyperOSലേക്ക് വന്നപ്പോൾ ഇത് നല്ല രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 1UI പ്രശ്നങ്ങളൊന്നും HyperOSനില്ല. റെഡ്മിയുടെ ചെറിയ ഡിവൈസ് ആണെങ്കിൽ പോലും അതിൽ നമുക്ക് HyperOSന്റെ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എങ്കിലും നിങ്ങൾക്ക് ചെറിയ സൈഡിൽ ലാഗ് ഉണ്ട്. പക്ഷേ 1UI തരുന്ന അത്ര സ്റ്റട്ടറും ലാഗൊന്നും നിങ്ങൾക്ക് HyperOSൽ കാണാൻ പറ്റില്ല. മിക്ക എല്ലാ ഡിവൈസിലും നമുക്ക് അത്യാവശ്യം ആനിമേഷനോട് കൂടി തന്നെ ആ ഒരു സ്മൂത്ത്നെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഞാനൊരു 4 out of 5 കൊടുക്കുന്നു. ഇനിയിപ്പോൾ AI ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകല AI ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന HyperOSൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. HyperOS ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് ഫീച്ചേഴ്സ് ഐഫോണിൽ നിന്ന് അതേപോലെ കോപ്പി അടിച്ച് ഒരു UI ചേഞ്ച് പോലും ഇല്ലാതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ഇന്റലിജൻസ് ആണ് ആ ഒരു ഫീച്ചർ. സെയിം UI സെയിം സെറ്റപ്പ്, അതായത് ഫോട്ടോ എടുക്കുക, എന്തായാലും ചോദിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അങ്ങനെ അതേപോലെ തന്നെ സാംസങ്ങിന്റെ 1UI കാണുന്ന പോലത്തെ റൈറ്റിംഗ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സമ്മറൈസേഷൻ, അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI ഫീച്ചേഴ്സിലും 5 out of 5 കൊടുക്കുന്നു. അടുത്തത് ColorOS ആണ്. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ColorOSഉം Realme UIയും OxygenOSഉം എല്ലാം സെയിം ആണ്. ColorOSന്റെ ആ ഒരു ബേസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ColorOSലുള്ള സകല ഫീച്ചേഴ്സ് നമുക്ക് ബാക്കി UIസിലും കാണാം. പക്ഷേ ഓരോ UIയിലും ഇപ്പോൾ Realme UIയിലും OxygenOSലും 1-2 ഫീച്ചേഴ്സ് കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ColorOSന്റെ ഒരു ഓവറോൾ എല്ലാ UIയുടെയും ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഡിസൈൻ വൈസ് അത്യാവശ്യം സിമ്പിളുമാണ്, പക്ഷേ കോംപ്ലക്സ് അല്ല.
ഒരു മീഡിയം ലെവലാണ് ഇതിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി. ഇതോടെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ എല്ലാം ഇങ്ങനെ അടിച്ച് അമർത്തി വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്ക് കാണാം. അതായത് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഒറ്റയടിക്ക് നമ്മുടെ മുഖത്തടിച്ച് നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. ക്വിക്ക് പാനൽ ഓപ്പൺ ചെയ്താലും അതുപോലെ തന്നെ ആ ഒരു സെറ്റിങ്സ് ഒക്കെ ഓപ്പൺ ചെയ്താലും എല്ലാം ഇങ്ങനെ മെർജ് ചെയ്ത് ഒരു സെറ്റിങ്സിനകത്ത് കുറേ എണ്ണം അടിച്ച് കയറ്റി അതിൻ്റെ അകത്ത് വേറെ കുറേ എണ്ണം, അങ്ങനെ കുറച്ച് വിഷയമാണ് ഇവരുടെ ഒരു പരിപാടി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഡിസൈൻ ഞാൻ ഇവിടെ ഒരു 3 ആണ് കൊടുക്കുക. ഇനിയിപ്പോൾ കസ്റ്റമൈസേഷന്റെ കാര്യം പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളർ വോയിസിലും റിയൽമി യുയിലും ആ ഒരു ഓക്സിജൻ വോയിസിലും കസ്റ്റമൈസേഷൻ ടോപ്പാണ്. ഇവർ മെയിനായിട്ടും ഹൈപ്പർ വോയിസിന്റെ കോപ്പി അടിച്ചിട്ടാണ് ലോ സ്ക്രീൻ കൊണ്ടുവന്നത്. പക്ഷേ ലോ സ്ക്രീൻ ഇവർ ആ ഒരു ഹൈപ്പർ വോയിസിനെക്കാളും നൈസ് ആയിട്ടുള്ള രീതിയിലാണ് കസ്റ്റമൈസബിലിറ്റി കൊടുത്തിട്ടുള്ളത്. ഇപ്പം AOD മുതൽ ഹോം സ്ക്രീൻ വരെയുള്ള ഒരു ട്രാൻസാക്ഷൻ ഇവർ പ്രോ ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ AODയിൽ ഒരു സംഭവം സെറ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ലോ സ്ക്രീൻ വരും. അതിന്റെ ലോ സ്ക്രീനിൽ നേരെ നല്ല ഫ്ലൂയിഡ് ആയിട്ട് ഫോണിൽ അൺലോക്ക് ചെയ്യുമ്പോൾ ഹോം സ്ക്രീനിലേക്ക് വരും. ആ ഒരു ട്രാൻസാക്ഷൻ നല്ല കണ്ടിന്യൂറ്റി കൊടുക്കുന്നുണ്ട്. അതിനൊരു ഫ്ലെക്സ് തീം എന്നാണ് വിളിക്കാം. അതിനകത്ത് നമുക്ക് ആ ഒരു ക്ലോക്ക് സ്റ്റൈൽ മാറ്റാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അത് ഹൈപ്രോസിൽ കൊടുക്കാം. അപ്പോൾ കസ്റ്റമൈസേഷനിൽ ലോക്ക് സ്ക്രീൻ അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോം സ്ക്രീനിലേക്ക് വരുമ്പോഴും ഓരോരുത്തരും യൂണിക് ആയിട്ടുള്ള ഐക്കൺസ് നമുക്ക് ഷേപ്പ് മാറ്റാം, അതുപോലെ തന്നെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ എല്ലാ UIസിലും നമുക്ക് കസ്റ്റമായിട്ടുള്ള ആ ഒരു ഐക്കൺ സെറ്റപ്പ് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കസ്റ്റമൈസേഷൻ ഞാനിവിടെ 4.5 കൊടുക്കുന്നു. ഇനി മൾട്ടി ടാസ്കിംഗ് ആണ്. മൾട്ടി ടാസ്കിന്റെ കാര്യം പറയുമ്പോൾ കളർ OSലും റിയൽമി യുയിക്കും ഞാനിവിടെ ഒരു 3 കൊടുക്കും. ഓക്സിജൻ OSന് ഞാനൊരു 5 കൊടുക്കും. കാരണം ഓക്സിജൻ OSൽ ഇവിടെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്, ഓപ്പൺ ക്യാൻവാസ്. അത് മൾട്ടി ടാസ്കിങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ 2 സ്ക്രീന് സെയിം ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു വാട്സപ്പ് ചാറ്റും അതുപോലെ ഒരു ഗാലറിയും ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഇടാം, അണ്ട് സെൻഡ് ചെയ്യാം. അത് വേറെ ഒരു UIയിലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഫീച്ചർ ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ 4 കൊടുക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ UIസിലും നമുക്ക് പോപ്പപ്പ് വിൻഡോ, സ്പ്ലിറ്റ് സ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ സംഭവം പറയാനുള്ളൂ. പിന്നെ മൾട്ടി ടാസ്കിന്റെ ഭാഗമായിട്ട് ആ ഒരു സേവ് ടു ഡോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് 3 UIയിൽ നമുക്ക് വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല, സൈഡിൽ ആ ഒരു സംഭവം നീക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ബാർ ആണ്. അവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് വേണമെങ്കിൽ കോപ്പി ചെയ്തിടാം, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജ് വേണമെങ്കിൽ കോപ്പി ചെയ്തിടാം. ഒരു പുതിയ ക്ലിപ്പ് ബോർഡിന്റെ ഒരു പ്രോ വേർഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പാണ്, നൈസാണ്. ഇനി സ്മൂത്ത്നെസ് ആണ്. ഇവിടെയാണ് എല്ലാ കസ്റ്റം UIനെ അടിച്ചിടുന്ന ഒരു പെർഫോമൻസ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതുവരെയും കളർ വോയിസ് അതുപോലെ തന്നെ റിയൽമി UI ഓക്സിജൻ വോയിസിലൊന്നും ഇത്ര രീതിയിലുള്ള സെറ്റപ്പ് വന്നിട്ടില്ല. ഓക്സിജൻ വോയിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്സിജൻ വോയിസ് 11 വരെ ഒരു OG ഓക്സിജൻ വോയിസ് ആയിരുന്നു. അതിന് നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ ചാടി നിൽക്കുന്ന പെർഫോമൻസ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സിലൊക്കെ ആ ഒരു ഓക്സിജൻ വോയിസിന്റെ സംഭവങ്ങളൊക്കെ പോയായിരുന്നു. പക്ഷെ ഇപ്പോൾ കളർ വോയിസ് ഒരു പരിപാടി ഇറക്കി, ഒരു പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സെറ്റപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ മെയിൻ ആയിട്ടും ആ ഒരു ആനിമേഷനെ ഇതിലൂടെ പവർഫുൾ ആക്കാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പ് ഓപ്പണിംഗ് ക്ലോസിങ് കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. പിന്നെ ആപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആണ് ഈ ഒരു ഓക്സിജൻ വോയിസിലും കളർ വോയിസിലും റിയൽമി യുയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മൂത്ത്നെസ്സിന്റെ കാര്യം ടോപ്പ് ലെവലാണ് അവിടെ. അപ്പോൾ 5 out of 5 വരും. ഇനി അടുത്തത് AI ഫീച്ചേഴ്സ് ആണ്. AI ഫീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോൾ കളർ വോയിസിൽ നമുക്ക് എല്ലാതരം AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സമ്മറൈസേഷൻ, AI റൈറ്റിംഗ് ടൂൾസ്, അതുപോലെ തന്നെ ഇമേജ് ടൂൾസ് ഒക്കെ വരുന്നുണ്ട്. റിയൽമി യുയിൽ കുറച്ച് AI ഫീച്ചേഴ്സ് കുറവാണ്. അവർ മെയിനായിട്ടും ഗെയിമിംഗ് സെറ്റപ്പിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇപ്പം റിയൽമി GT സീരീസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മോഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ഓക്സിജൻ വോയിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കളർ വോയിസിൽ കണ്ട സെയിം AI ഫീച്ചേഴ്സ് നമുക്ക് ഓക്സിജൻ വോയിസിലും കാണാം. അപ്പോൾ AI ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം കളർ വോയിസിന് ഞാൻ ഒരു 4 കൊടുക്കും, ഓക്സിജൻ വോയിസിലും 4 കൊടുക്കും, റിയൽമി യുയിക്ക് ഒരു 3 കൊടുക്കും. ഇനി മോട്ടറോളയിൽ കണ്ടുവരുന്ന പുതിയ ഹലോ UIനെ പറ്റിയാണ്. ഈ UIയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി UI ആണ്. കാരണം മോട്ടോ ഇതുവരെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ എന്ന് അവർ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അവരുടെ ഡിവൈസസ് ഒക്കെ ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ അവർ UI നല്ല സമയമെടുത്ത് പുതിയ UI പേരൊക്കെ ഇട്ട് പുതിയ UI ഡിസൈനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈനിൻ്റെ കാര്യം പറയുമ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്, പക്ഷേ ഒരു പിക്സലിലേക്ക് എക്സ്പീരിയൻസ് ആണ് തരാം. പിക്സൽ മെറ്റീരിയൽ UIയുടെ സപ്പോർട്ട്, ഐക്കൺ കസ്റ്റമൈസ് ചെയ്യാനുള്ള സപ്പോർട്ട്, അങ്ങനെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ആർക്കും പെട്ടെന്ന് മനസ്സിലാവും. അധികം സെറ്റിങ്സ് ഒന്നും ഇല്ലാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ മോട്ടോയുടേതായിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ ഡിസൈൻ വൈസ് ഞാൻ ഒരു 4 out of 5 കൊടുക്കും. കസ്റ്റമൈസബിലിറ്റി വീണ്ടും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കസ്റ്റമൈസബിലിറ്റി ആണ് കിട്ടുന്നത്. സ്പ്ലിറ്റ് സ്ക്രീന്, അങ്ങനത്തെ പോപ്പപ്പ് വിൻഡോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ഒന്നുമില്ല. മറ്റ് UIസിൽ കണ്ടുപോലത്തെ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള
കസ്റ്റമൈസേഷൻ അല്ല. ലോക്ക് സ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ക്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ആ ഒരു കസ്റ്റമൈസബിലിറ്റിക്ക് അലോ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2 കൊടുക്കുന്നു. ഈ മൾട്ടി ടാസ്കിങ് വേറെ ഒന്നുമില്ല, 5 out of 5. കാരണം ഈ ഒരു മൾട്ടി ടാസ്കിങ് ഡിപ്പാർട്ട്മെന്റിൽ ഹലോ UI കാണിച്ചിട്ടുള്ള ടൈം വേറൊരു UIയിലില്ല. നിങ്ങൾക്കിപ്പം 1 UIയിൽ ഡെക്സ് എന്ന് പറഞ്ഞ ഫീച്ചറിനെ പറ്റി പറഞ്ഞല്ലോ. ആ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു സാംസങ് ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ഒരു PC സെറ്റപ്പ് ആക്കാനായിട്ട് ആ ഒരു സെയിം സെറ്റപ്പ് മോട്ടറോള വയർലെസ്ലി സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു സെറ്റപ്പിനെ അവർ സ്മാർട്ട് കണക്ട് എന്നാണ് പറയുക. നിങ്ങളിതിപ്പോൾ മെയിനായിട്ടും ഒരു ഇക്കോസിസ്റ്റം ലെവലിൽ ചിന്തിക്കുക. ഇപ്പം നിങ്ങളൊരു വിൻഡോസ് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് സ്മാർട്ട് കണക്ട് ഡൗൺലോഡ് ചെയ്യുക, ഈ ഒരു മോട്ടോ ആയിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ആ ഒരു PC കൺട്രോൾ ചെയ്യാം. ഇപ്പോഴത്തെ ആ ഒരു ഐഫോണിൻ്റെ ആ ഒരു മിററിംഗ് ഫീച്ചർ പോലെ. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ലാപ്ടോപ്പിൻ്റെ കീബോർഡ് വെച്ച് നിങ്ങളുടെ ഫോണിൽ ടൈപ്പ് ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു മൗസ് ബാർ വെച്ച് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോൺ കൺട്രോൾ ചെയ്യാം. അതുപോലെ ഫയൽസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇത് കൂടുതൽ എന്ത് വേണം? ഫുൾ വിഷയമായിട്ടുള്ള ഒരു മൾട്ടി ടാസ്കിങ് ഫീച്ചറാണ് പുറത്തിട്ടുള്ളത്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. മൾട്ടി ടാസ്കിങ് മെയിൻ ആണെങ്കിൽ ഇത് അതായത് ഒരു ഇക്കോസിസ്റ്റം ബേസ്ഡ് മൾട്ടി ടാസ്കിങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നൈസ് ആയിരിക്കും ഹലോ UI. അപ്പം മൾട്ടി ടാസ്കിന് 5 out of 5. ഇനി സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു വല്ലാത്തൊരു സ്മൂത്താണ്. ഒരു എന്താ പറയുക, ഓവറായിട്ടുള്ള സ്മൂത്താണ്. ആപ്പുകളൊക്കെ പെട്ടെന്ന് ഓപ്പൺ ആയി വരാം, പെട്ടെന്ന് ക്ലോസ് ആവുക. അതിൽ ആനിമേഷൻസിൻ്റെ ആ ഒരു കുറവ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. വേറെ ആ ഒരു ആനിമേഷനെ റിഫൈൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്മൂത്ത്നെസ് ഒന്നും നമുക്ക് ആ ഒരു ഹലോ UIയിൽ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2.5 ആണ് ഇവരുടെ ആ ഒരു സ്മൂത്ത്നെസ്സിന് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ AI ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് അത്ര റിച്ച് ആയിട്ടുള്ള ഒരു UI അല്ല ഇപ്പോൾ. പക്ഷേ ചില AI ഫീച്ചേഴ്സ് ഉണ്ട്. സർക്കിൾ ടു ഇമേജ്, സർക്കിൾ ടു സെർച്ച് പോലത്തെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ മോട്ടോ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ, കുറച്ച് ഇമേജ് ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു 3 കൊടുക്കുന്നു. ഇനി അടുത്തത് നത്തിങ് OS ആണ്. ഇതും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ മോട്ടോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിലും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ അല്ല, കോംപ്ലക്സ് ആണ്. ഇപ്പം ആ ഒരു നത്തിങ്ങിൻ്റെ ബ്രാൻഡ് ഉദ്ദേശിക്കുന്നത് ഒരു മോണോക്രോം ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്ന ഓഡിയൻസും അത്യാവശ്യം യൂത്ത് ടീംസിനെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോണല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു തീംസ് ചെന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആക്കാനും പറ്റും. പക്ഷെ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് മെയിനായിട്ടൊരു യൂത്ത് സെൻട്രിക് ആയിട്ടുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിട്ടുള്ളത്. മോണോക്രോമും അതുപോലെ തന്നെ ആ ഒരു ഡോട്ടർ ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ വൈസ് നോക്കിക്കഴിയുമ്പോൾ ഒരു 3 കൊടുക്കാനാണ് നല്ലത്. കസ്റ്റമൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് ബേസിക് കസ്റ്റമൈസേഷൻ ആണുള്ളത്. ഇപ്പം ലോ സ്ക്രീനിൽ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാം, ക്ലോക്ക് സ്റ്റൈൽ, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ബേസിക്കിൻ്റെ ബേസിക് സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഹോം സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആ ഒരു വിഡ്ജറ്റ്സ്, ഇവരുടെ വിഡ്ജറ്റ്സ് അത്യാവശ്യം അടിപൊളി കളക്ഷൻസ് ആണ്. കാരണം കുറേ അധികം വിഡ്ജറ്റ്സിൽ ഇവർ പണിയെടുത്തിട്ടുണ്ട്. അപ്പം അതും ഡിസൈൻ വൈസ് നോക്കി കഴിയുമ്പോൾ ഒരു മോണോക്രോമും അതുപോലെ തന്നെ റെഡ്, ബ്ലാക്ക് ആ ഒരു ലെവലിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം കസ്റ്റമൈസേഷൻ്റെ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു 3 കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇനി മൾട്ടി ടാസ്കിങ് ഇവിടെയും 1 കൊടുക്കുന്നുള്ളൂ. സ്പ്ലിറ്റ് സ്ക്രീൻ മാത്രമേ ഉള്ളൂ. വേറെ മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ബേസിക്കിൻ്റെ ബേസിക് UI ആണ്. സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം പറയുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഓവർ സ്മൂത്താണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആനിമേഷൻ്റെ കുറവും അതുപോലെ തന്നെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നത്തിങ് ഇവിടെ ചാർജിങ് ആനിമേഷൻ, അതുപോലെ തന്നെ മറ്റേ നോട്ടിഫിക്കേഷൻ ട്രാക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ അപ്ഡേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വരുന്ന അപ്ഡേറ്റ്സിൽ ചിലപ്പോൾ വന്നേക്കാം. എല്ലാ UIയിലും ഇത് അപ്ലിക്കബിൾ ആട്ടോ. AI ഫീച്ചേഴ്സ് നിലവിൽ വേറെ AI ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് നത്തിങ് OSൽ കാണാൻ പറ്റില്ല. ഇപ്പം നത്തിങ് ഒരു AI ഫീച്ചറിൽ പണിയെടുക്കുന്നുണ്ട്. വേറെ നല്ല ഗാലറിയിൽ ആ ഒരു ഫോട്ടോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പരിപാടി, പിന്നെ ആപ്പ് ഡ്രോയറിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ആപ്പ് സജഷൻ, അപ്പോൾ ഇത്രയുള്ള AI ഫീച്ചേഴ്സ്. അപ്പോൾ അതിനായിട്ട് 1 കൊടുക്കാനുള്ള വകുപ്പേ ഉള്ളൂ. പിക്സൽ UIയുടെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മിനിമൽ ആയിട്ടുള്ള നല്ല ഡിസൈനാണ്. അതായത് മെറ്റീരിയൽ യു എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഉണ്ട്. എല്ലാ ഐക്കൺസും നമ്മുടെ വാൾപേപ്പറിനനുസരിച്ച് മാറാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ബേസിക് യൂസർ, അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു UI ആണ്. നമ്മൾ ഇടുന്ന വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും അതിൻ്റെ ആ ഒരു ഓവറോൾ കളറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസൈൻ്റെ കാര്യം പറയുമ്പോൾ 3 കൊടുക്കാം എന്തായാലും ഈ ഒരു പിക്സൽ UIക്ക്. ഇനി കസ്റ്റമൈസേഷൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ആണുള്ളത്. മറ്റ് UIസിലൊക്കെ ഉള്ള പോലത്തെ ആ ഒരു പ്രോ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ലോക്ക് സ്ക്രീനിൽ നമുക്ക് ക്ലോക്ക് മാറ്റാം. പിന്നെ ബേസിക് ആയിട്ടുള്ള വിഡ്ജറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ടാണ് മെയിനായിട്ടും ആ ഒരു വിഷയം.
അപ്പോൾ കസ്റ്റമൈസേഷൻ ഇവിടെ 1 കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഇനി മൾട്ടി ടാസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1 കൊടുക്കാനേ ഉള്ളൂ. കാരണം സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ടോ, സ്പ്ലിറ്റ് സ്ക്രീൻ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു പിക്സൽ യു ആയിട്ടുള്ളൂ. അപ്പം 1. സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോപ്പർ സ്മൂത്ത്നെസ് ആണ്. ഇതും വീണ്ടും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഓവർ സ്മൂത്ത്നെസ് ആണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം. 2.5 ആണ് ഞാൻ കൊടുക്കുന്നത്. ഇനി AI ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5 out of 5. ഇതിലില്ലാത്ത AI വേറെ ഒരു UIയിലും ഇല്ല. ഓക്കെ, ഫസ്റ്റ് എന്തായാലും ഇവിടെ ചെയ്യുള്ളൂ, ഇവിടെ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി UIസിലൊക്കെ വരും. അപ്പം ഗാലക്സി AIയിലും അതുപോലെ തന്നെ HyperOS ബാക്കി എല്ലാ UIസിലും കണ്ട പോലെ തന്നെ എല്ലാ AI ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ ആ ഒരു പിക്സൽ UI കിട്ടും. ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റത്തെ UI ആണ്, അത് ഫൺ ടച്ച് OS ആണ്. ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് നല്ല ഹുവായി ഓണർ ആ ടീമായിട്ട് സാമ്യമുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കായിട്ടും കളർ വോയിസിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്ന് പറയാം. സിമ്പിളും അതുപോലെ തന്നെ കോംപ്ലക്സിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഹാർഡ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്, കാരണം കുറേയധികം ഫീച്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ ഓരോ സെറ്റിങ്സിൽ കാണാൻ പറ്റും. ആ സെറ്റിങ്സ് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനോ കുറച്ച് പാടാണ് ഫൺ ടച്ച് OSൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ ഡിസൈൻ നോക്കുമ്പോൾ ഒരു 3 കൊടുക്കാനേ നമുക്ക് തോന്നുന്നുള്ളൂ. ഇനിയിപ്പോൾ കസ്റ്റമൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കസ്റ്റമൈസേഷന് ഉപരി കുറച്ചും കൂടി കസ്റ്റമൈസേഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് ഐക്കൺസിൻ്റെ കസ്റ്റമൈസേഷൻ അതുപോലെ തന്നെ ലോക്ക് സ്ക്രീനിൽ വളരെ കുറവാണ്. മറ്റേ കളർ വോയിസിലും വൺ UIയിലും ബാക്കി UIസിലും കണ്ട പോലെയല്ല. ക്ലോക്ക് സ്റ്റൈൽ മാറ്റാം, അതുപോലെ തന്നെ അതിലത്തെ ഒരു AOD അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പേ ഉള്ളൂ നമുക്ക് ആ ഒരു ഫൺ ടച്ച് OSൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3.5 കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ള ഓപ്ഷൻ. ഇനി മൾട്ടി ടാസ്കിംഗ് ആണ്. മൾട്ടി ടാസ്കിങ്ങിലേക്ക് വരുമ്പോഴും ബേസിക് ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ്, സ്പ്ലിറ്റ് സ്ക്രീന്, പോപ്പപ്പ് വിൻഡോ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പേ ഉള്ളൂ. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇക്കോസിസ്റ്റം കണക്ടിവിറ്റി പരിപാടികളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വിൻഡോസ് ലിങ്ക് യൂസ് ചെയ്തിട്ട് വിവോ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ്ങിന് നമുക്കിവിടെ ഒരു 3 കൊടുക്കാം. സ്മൂത്ത്നെസ്സിലേക്ക് വരുമ്പോൾ ഇതും നല്ല രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു UI ആണ്. മിക്ക എല്ലാ വിവോ ഫോൺസിലും അതുപോലെ തന്നെ IQ ഫോൺസിലും നമുക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റും. ഇപ്പം IQയിലും വിവോയിലുമുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ IQ മെയിനായിട്ടും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഒരു ഫൺ ടച്ച് OSൽ കാണുന്നില്ല IQ വേർഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നൈസ് ആയിട്ടുള്ളൊരു സ്മൂത്ത്നെസ് ആണ് തരാം. ആനിമേഷനും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോൺസീവ് ആയിട്ടുള്ള ആ ഒരു ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 4 out of 5 നമുക്ക് കൊടുക്കാം. ഇപ്പോൾ AI ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇമേജ് ലാബ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഒക്കെയാണ് ആയിട്ട് വരാം. മറ്റേ ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യുക, അൺബ്ലർ, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 4 കൊടുക്കാം പണ്ടത്തെ. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഒരു കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറേയധികം UIs, കുറേയധികം ഫീച്ചേഴ്സ്, ഓരോന്നും ഒന്നൊന്ന് മെച്ചമെന്ന രീതിയിലാണ്. ചിലതൊക്കെ കസ്റ്റമൈസേഷനാണ് മെയിനെങ്കിൽ, ചിലതൊക്കെ AI ഫീച്ചേഴ്സാണ്. ചിലതൊക്കെ AI ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ചിലതൊക്കെ ലൈറ്റ് വെയിറ്റ്നെസ് ആണ് നോക്കുമ്പോൾ. 2024 കഴിയാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം അതിൽ ഇതുവരെയുള്ള ആ ഒരു സംഭവങ്ങൾ വെച്ചാണ് നമ്മൾ ഈ UIനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ വരും ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൽ ഓരോ UIയിലും മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഓരോ വർഷവും നമ്മൾ ഇനിയിപ്പം ഈ ചാനൽ ഉള്ളിടത്തോളം കാലം ഓരോ വർഷത്തിലും നമ്മൾ ബെസ്റ്റ് UI അവാർഡ്സ് കൊടുക്കും. ഓക്കെ, അപ്പം ഈ വർഷത്തെ UI അവാർഡ് അപ്പോൾ ശരി, ഓക്കെ, ബൈ.